ഞാൻ രേണുസുധിയുടെ ഒരു ക്ലിപ്പ് കാണാൻ ഇടയായി. ഒരു ഷോർട്സിൽ കണ്ടതാണ്. അപ്പോൾ അതെന്താന്ന് ഞാൻ ഇവിടെ കൊടുക്കാം. നമസ്കാരം, രേണുസുധിയാണ്. അപ്പം സജന ചിത്ര വ്ളോഗിലാണ് നമ്മൾ ആ ഒരു ഷെഫീന ബീബി അല്ലേടി, ബീബി ആ സ്ത്രീയുടെ വോയിസ് കേട്ടത്. നിങ്ങൾ ആരാ എന്നെ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിത്തരാം? നിങ്ങളാണോ KHDCക്ക് പൈസ കൊടുത്തിട്ട് ഞങ്ങൾക്ക് വീട് വെച്ച് തന്നത്? നിങ്ങൾ എനിക്ക് എന്തെങ്കിലും തന്നിട്ടുണ്ടോ? നാണം കെട്ടവളെ വിളിക്കും, പിന്നെ ജന്തു തന്നെ വിളിക്കുന്നു. അതിന് എന്ത് ഇതാണ് വിളിക്കാനുള്ളത്? ഞാൻ പറയട്ടെ, ഭൂമിയിൽ നമ്മളെല്ലാം ഒരു മനുഷ്യ ജന്തുക്കളാണ്. നമ്മളെല്ലാം ജന്തുക്കൾ തന്നെയാണ്. നിങ്ങളും അപ്പം ജന്തുവാണ്, ഞാനും ജന്തുവാണ്. ഒരു മനുഷ്യ, നമ്മളെല്ലാം ഭൂമിയിലെ ഓരോ ജന്തുക്കളാണ്. അത് നിങ്ങൾക്കറിയാം. നിങ്ങൾ സയൻസ് ഒന്നും പഠിച്ചിട്ടില്ലേ? പിന്നെ ഒരു കാര്യം, ഞാൻ പ്രസവിച്ച എന്റെ മക്കള്, അതുപോലെ സുധിച്ചേട്ടന്റെ രക്തത്തിൽ പറഞ്ഞ മക്കളുടെ കൂടെ അല്ലാതെ നിങ്ങളുടെ വീട്ടിൽ വന്ന് നിങ്ങളുടെ ഭർത്താവ് ഉണ്ടാക്കിയ വീട്ടിലാണോ ഞാൻ വന്ന് നിൽക്കുന്നത്? ഇറങ്ങി പോടി എന്ന് പറയാൻ വേണ്ടിട്ട് നിങ്ങളുടെ എന്തിനേലും ഞാൻ വന്നോ? നിങ്ങൾ പ്രതികരിച്ചോ? എന്റെ അടുത്ത് കൂടുതൽ പറയാൻ പറ്റില്ല. പിന്നെ അവര് പറഞ്ഞത് അതിനകത്ത്, ഞാൻ കണ്ടവന്റെ കൂടെ പോയി തുണിയില്ലാത്ത കിടന്നു. നിങ്ങളാണോ എനിക്ക് കൂട്ടു നിന്നത്? നിങ്ങളാണോ എന്റെ മാമാപ്പൻ? രേണുസുധിയുടെ ഈ റിയാക്ടിംഗ് വീഡിയോ കണ്ടിട്ട് ഞാൻ ഇവരെന്താണ്, ഈ ഷഫീന ബീവി എന്ന് പറയുന്ന വ്യക്തി എന്താണ് രേണുസുധിനെ കുറിച്ച് പറഞ്ഞേക്കണെന്ന് അറിയാൻ വേണ്ടി ഞാൻ യൂട്യൂബിൽ ജസ്റ്റ് ഒന്ന് പോയി കണ്ടു. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്കും ഇത്ര അരോചകമായിട്ട് തോന്നി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് അവഹേളിക്കുന്നുണ്ട് ഈ രേണുസുധി എന്ന വ്യക്തിനെ. അവളുടെ കൂടെ കിടന്നും മലന്നും കമ്മെന്നും കിടന്നും അങ്ങനെ എല്ലാ രീതിയിലും കിടന്നു, അങ്ങനെയൊക്കെ ഭയങ്കര റൂഡായിട്ട് സംസാരിക്കും. അതായത് സുധിയുടെ മക്കളാണെങ്കിൽ അവരെയും കൊണ്ട് വീട് വിട്ടിറങ്ങുക, അങ്ങനെയൊക്കെ ഭയങ്കര എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര അവഹേളിച്ച രീതിയിൽ സംസാരിക്കുന്നുണ്ട്. പക്ഷെ അത്രയൊന്നും നമ്മൾ ഒരു വ്യക്തിയോടും പറയരുത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരും ഒരു സ്ത്രീയല്ലേ, അവരും ഇവര് നാട്ടിൽ ജീവിക്കണല്ല. കാരണം ഇത്രയും വൾഗറായിട്ട് ഒരു പെണ്ണിനെ ചിത്രീകരിക്കുമ്പോൾ അവൾക്ക് ഇനിയും നാട്ടിലിറങ്ങി, ആ സ്ത്രീക്ക് ഇനിയും ഈ രേണുസുധി എന്ന വ്യക്തിക്ക് ഇനിയും നാട്ടിലിറങ്ങി നടക്കേണ്ടതല്ലേ. അപ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ അതെങ്ങനെ ശരിയാവണത്? അപ്പോൾ അവർ ഇത്രയും റിയാക്ട് ചെയ്ത് നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. അവർ ഇതിനകത്ത് പറയുന്നുണ്ട്, നമ്മുടെ ഈ ഷഫീന ബീവി എന്ന വ്യക്തി പറയുന്നുണ്ട്, സുധിയുടെ മക്കളാണെങ്കിൽ നീ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോ, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര വൾഗറായിട്ടാണ് നമ്മുടെ രേണുസുധിനെ കുറിച്ച് ആക്ഷേപിക്കുന്നത്. നമുക്ക് എത്രയെന്ന് വെച്ചാൽ നമ്മൾ കേട്ടിരിക്കും. ഇതിനൊക്കെ നമ്മൾ പ്രതികരിക്കും, ആരാണെങ്കിലും പ്രതികരിക്കും. അത് തന്നെയാണ് ഇപ്പോൾ നമ്മുടെ രേണു ഇതിനകത്ത് പ്രതികരിച്ചേക്കണത്. നമ്മളൊരാളോട് ജന്തു അങ്ങനെയൊക്കെ സംസാരിക്കുന്നുണ്ട്. അതൊക്കെ ഭയങ്കര മോശമല്ല നമ്മൾ അങ്ങനെയൊക്കെ സംസാരിക്കുമ്പോഴത്തേക്കും. കാരണം ശരിയാണ്, നിങ്ങൾ ഷഫീന ബീവി എന്ന് പറഞ്ഞ വ്യക്തി പറഞ്ഞൊരു കാര്യമുണ്ട്. ഇപ്പം നമ്മുടെ രേണുസുധിക്ക് നല്ലൊരു ഇൻകം ആയിട്ടുണ്ട്. അപ്പോൾ സ്വന്തമായിട്ടൊരു വീട് വെച്ച് മാറട്ടെ, അത് ശരിയായിട്ടുള്ള കാര്യമാണ്. അതായത് നമ്മുടെ അച്ഛനും ഈ നമ്മുടെ KHDCയിലെ ആളും കൂടി ചേർന്നിട്ട് അവർക്ക് കൊടുത്ത് തിരിച്ച് വാങ്ങിക്കട്ടെ. കൊടുത്ത് തിരിച്ച് വാങ്ങിക്കുന്ന ഒരു മാന്യതയല്ലല്ലോ. അപ്പോൾ അതുകൊണ്ടായിരിക്കും അവരിപ്പോൾ അതിനോട്ട് മുന്നിട്ട് ഇറങ്ങാത്തത്. അപ്പോൾ അവരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം എന്തായാലും അത്യാവശ്യം ഇൻകം ഉണ്ട്. ഇപ്പം ഈവൻ ഈ കിച്ചു എന്ന് പറഞ്ഞ വ്യക്തിക്കാണെങ്കിലും നമ്മുടെ രേണുസുധിക്കാണെങ്കിലും അത്യാവശ്യം ഇനാഗ്രേഷനും ബിഗ് ബോസിൽ പോയ എമൗണ്ട് നല്ല റീച്ച് ആയിട്ടുണ്ട്. പിന്നെ ദുബായിലും അവിടെയും ഇവിടെയൊക്കെ ഇനാഗ്രേഷൻ, അങ്ങനെ പല പ്രോഗ്രാമും ഇപ്പോൾ അത്യാവശ്യം ഇൻകം എന്തായാലും ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ രേണുസുധിക്ക് ചെയ്യാവുന്ന ഒരു കാര്യം തന്നെയാണ് ആ വീട് അവർക്ക് തിരിച്ചെഴുതി കൊടുത്തിട്ട് തിരിച്ചു പോവുക. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വേറെ അർഹതപ്പെട്ട വേറെ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ കിട്ടട്ടെ. ഇത് സത്യം പറഞ്ഞാൽ ഈ ഫിറോസിക്കും നമ്മുടെ ഈ രേണുസുധി എന്നുള്ള പ്രോബ്ലം അവരിൽ തീരേണ്ട ഒരു കാര്യമായിരുന്നു. പക്ഷെ ഇത് പബ്ലിക്കായിപ്പോയി. അതാണ് ഇത്രയും വലിയ പ്രശ്നം വന്നേക്കണം. ഫിറോസിക്ക എന്നുള്ള വ്യക്തിക്ക് ഇത്രയും ഇത് വിഷമം വന്നതിൻ്റെ വെച്ചാൽ പുള്ളിക്കാരൻ്റെ ഫീൽഡ് പുള്ളിക്കാരൻ അത് ഭയങ്കരമായിട്ടൊരു അപമാനമായിപ്പോയി. എന്ന് വെച്ചാൽ ഇപ്പം ഈവൻ എൻ്റെ ഒരു വീടിൻ്റെ കൺസ്ട്രക്ഷൻ നടക്കുവാണെങ്കിൽ നമ്മൾ പെട്ടെന്ന് എന്താ വിചാരിക്കും, അയ്യോ ഇയാളെ രേണുസുധി വീട് പണിതിട്ട് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത്. അപ്പം നമ്മളാണെങ്കിലും എന്താ അതിനൊരു വേണ്ട എന്നല്ല, നോ എന്നല്ല വയ്ക്കത്തുള്ളൂ. അപ്പം അതേപോലെ അദ്ദേഹത്തിന് ഇപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, അദ്ദേഹത്തിന് ബിസിനസ് പരമായിട്ട് ഒരുപാട് നഷ്ടങ്ങളുണ്ടായി രേണുസുധിയുടെ ഇത് കാരണം എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിന് ഒരുപാട് അത്രയും വേദന ഉണ്ടായിട്ട് തന്നെ ആയിരിക്കും. അദ്ദേഹത്തിനൊന്നും പ്രതികരിക്കാൻ പറ്റുന്നില്ല, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അദ്ദേഹം ഇങ്ങനെ കമൻ്റൊക്കെ ഇട്ടാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഇങ്ങനെ ചെറുതായിട്ടുള്ള രീതിയിലൊക്കെ ഒന്ന് പ്രതികരിച്ചൊക്കെയാണ് അദ്ദേഹം ചിലപ്പോൾ അദ്ദേഹത്തിന് സമാധാനം കണ്ടെത്തുന്നത്, അങ്ങനെ ആയിരിക്കാം. പക്ഷേ ഇതിൽ നമുക്ക് പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഷഫീന ബീവി എന്ന് പറഞ്ഞത് നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ എന്താണോ അതായിരിക്കാം ചിലപ്പോൾ പറഞ്ഞേക്കണം. പക്ഷെ അത് ഇപ്പുറത്തേക്കുന്ന ഒരു ഓപ്പോസിറ്റ് ഇരിക്കുന്ന ഒരു സ്ത്രീയാണ്, ഒരു മനുഷ്യനാണെന്നൊക്കെ നമ്മൾ ഓർക്കണം. അത്രയും അവഹേളിച്ചിട്ട് ഒരു ആളെയും, സ്ത്രീ എന്നല്ല ഒരാളെയും പറയരുത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരും ഈ സൊസൈറ്റി ജീവിക്കാനുള്ളവരല്ലേ. അവിടെയും ഇവിടെയൊക്കെ പോയി കിടന്നും ഓരോരുത്തന്മാരുടെ കൂടെ കിടന്നു, അങ്ങനെയൊക്കെ എന്തിനാണ് നമ്മൾ പറയണം? അങ്ങനെയൊന്നും പറയാം. പക്ഷെ അതിന് നമ്മുടെ രേണുസുധി കൊടുക്കേണ്ട മറുപടി തന്നെയാണ് കൊടുത്തതെന്ന് ഞാൻ പറയത്തുള്ളൂ.